സമ്മേളനത്തെ സംബന്ധിക്കുന്ന എല്ലാവരും വളരെ ഭാഗ്യകരമായ പരിശുദ്ധ സഹദായുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ ആഴ്ചകളോളം മുഴങ്ങിക്കേട്ട പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ വലയത്തിലേക്ക്, അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. നിങ്ങൾക്കറിയാം, ഈ അനുഗ്രഹം പള്ളിയിൽ ഉണ്ടാകുന്നത് പള്ളിയുടെ പ്രത്യേകത കൊണ്ടല്ല, പ്രത്യേകത കൊണ്ട് മാത്രമല്ല. എല്ലാ പള്ളിയും കൂദാശ ചെയ്യപ്പെടുന്നതും ശുദ്ധീകരിക്കപ്പെടുന്നതും ഒരേ ക്രമത്തിലാണ്. പള്ളിയുടെ അനുഗ്രഹം അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ എണ്ണത്തെ, പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് അതിരിക്കുന്ന സ്ഥലത്തിൻ്റെയോ ചരിത്രപരമായ പ്രത്യേകതകൾക്കോ ഒക്കെ അപ്പുറം പ്രാർത്ഥനാ മന്ത്രങ്ങൾ മുഴങ്ങുന്ന ഇടം അനുഗ്രഹിക്കപ്പെട്ടത്. അവനവൻ്റെ ദേവാലയത്തെ അത്തരത്തിലാക്കി തീർക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അത് പറയുമ്പോൾ ഒരു ചെറിയ ഭയമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാ ഭവനമെന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ പൂരിപ്പിക്കേണ്ട -- എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കി തീർക്കാവുന്ന ഒരിടമാണ് പള്ളി എന്ന് കർത്താവ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നുള്ള സങ്കീർത്തന വാക്ക് ഏറെ സുപരിചിതമാണ്. അഭിമന്യ തിരുമേനി അത് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. അതാണ് ഇപ്രാവശ്യത്തെ പ്രാർത്ഥന യോഗത്തിൻ്റെ ചിന്താവിഷയം. ഏറെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വാക്യമാണ്. സങ്കീർത്തനങ്ങളിലെ 34-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ഓരോന്നും ഏറെ ടച്ചിങ് ആണ്. അത് ഹൃദയത്തിൽ ചേർത്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഏറ്റവും സ്നേഹിക്കാവുന്ന തരത്തിലുള്ള വാക്യങ്ങൾ അതിനകത്ത് പലതുണ്ട്. പ്രിയപ്പെട്ടവരെ, അവങ്കിലേക്ക് എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയമാണ്. നമ്മുടെ നോട്ടം മാറിപ്പോകുന്നു എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ആധ്യാത്മിക സംഘടനകളെക്കുറിച്ച് പോലും ഒരു ശാന്തമായ വിലയിരുത്തൽ നടത്തിയാൽ അതൊരു സ്വയവിമർശനമായിട്ട് നിങ്ങൾ എടുക്കാവുള്ളൂ. ആത്മീകം എന്ന വാക്ക് ഒരുപക്ഷെ നമ്മൾ ഒരല്പം താന്നിട്ട് സംഘടന, ആ ആത്മീക സംഘടനാ സംവിധാനങ്ങൾ ശക്തമാകുകയും ആത്മീയത അല്പം ശ്രദ്ധിക്കപ്പെടാതെ, ആത്മീയതയിലാണല്ലോ ക്രിസ്തു, ആത്മീയതയാണല്ലോ അവങ്കിലേക്കുള്ള നോട്ടം, ആത്മീയതയാണല്ലോ അടിത്തറ, അതില്ലാതെ പോയാൽ എന്താകും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവങ്കിലേക്ക് എന്ന് പറയുന്നത് ഒരു തിരിച്ചുപോക്കാണ്, ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ്, ഇതുവരെ നോക്കിയ ഇടങ്ങളിൽ നിന്നുള്ള ഒരു പിന്മാറ്റമാണ്. അപ്പോൾ ഈ ആപ്തവാക്യം സ്വീകരിക്കുമ്പോൾ അവങ്കിലേക്ക് എന്നുള്ളതാണ്. ഇത് ആരാധനയും പിതാക്കന്മാർ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അവങ്കിലേക്ക് നോക്കുക എന്നുള്ളത്. ആരാധന നടക്കുമ്പോഴെപ്പോഴും മുമ്പിൽ ഒരു കുരിശുണ്ടാവും. ആരാധനയെ സംബന്ധിക്കുന്ന ആളുകളുടെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രം ഈ കുരിശാണ്. ആശാഴ്ചയിലൊക്കെ നമ്മളത് അനുഭവിച്ച് അറിഞ്ഞ യാഥാർത്ഥ്യം അവങ്കിലേക്ക് നോക്കുക എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവങ്കിലേക്ക് നോക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ സൂചനകൾ ലഭ്യമാണ്. പഴയ നിയമത്തിലൊരു മനോഹര ചിത്രമുണ്ട്, ഈ പിച്ചള സർപ്പം എന്ന് പറയുന്ന ഒരു സംവിധാനം. അതൊരു പ്രത്യേക സന്ദർഭത്തിൽ രൂപപ്പെട്ടതാണ്. പിച്ചള സർപ്പത്തെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. നമ്മുടെയൊക്കെ ഒരു ധാരണ, ഈ മനുഷ്യൻ്റെ ധാരണകൾ പലപ്പോഴും ഈ അവരുടെ ഒരു ലെവലിൽ നിന്ന് ഉയരാറില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. ദൈവം തരുന്ന ഒരു സംവിധാനത്തെ പലപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അബദ്ധങ്ങളായിട്ട് മാറും. പിച്ചള സർപ്പത്തെ നോക്കുക എന്ന് പറഞ്ഞാൽ ജനം നോക്കി രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു പിച്ചള സർപ്പമാണ് തങ്ങൾക്ക് സൗഖ്യം തന്നത്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. പിന്നെ ഇത് ചുവന്നുകൊണ്ടൊരു നടപ്പാണ്. സത്യത്തിൽ പിച്ചള സർപ്പം അതൊരു ഒരു സമയത്തേക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ്. എന്താണ് അവിടെ? ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ പ്രധാനമായിട്ടും ദൈവത്തെങ്കിലേക്ക് ഭൗതിക മനുഷ്യൻ തിരിയുന്നതിൻ്റെ ഒരു സൂചനയായിട്ട്, പ്രതീകമായിട്ട് പിച്ചള സർപ്പം കൊടുക്കുക. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളൊരു വിഷയമാണ്. യോർദാനിൽ മുങ്ങി നയമാൻ സൗഖ്യം പ്രാപിച്ചു. യോർദാനിലെ വെള്ളം ചുവന്നുകൊണ്ട് നടക്കുകയാണ്. യോർദാനിലെ വെള്ളം എങ്ങനെയാണ് സൗഖ്യം കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആര് മുങ്ങിയാലും കിട്ടേണ്ടതല്ലേ? കിട്ടത്തില്ലല്ലോ. യോർദാനിലെ വെള്ളം സൗഖ്യം കൊടുക്കുമായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം മുങ്ങിയാൽ പോരെ? അല്ലല്ലോ. അപ്പോൾ അവിടെ എന്താണ്? എലീശയുടെ വാക്കാണ്. എലീശയുടെ വാക്കിൻ്റെ പ്രത്യേകത എന്താ? ദൈവ അരുളപ്പാടാണ്, ദൈവവചനമാണ്, ദൈവമാണ്. ഇതാണ് സൗഖ്യത്തിൻ്റെ കാരണം. അപ്പോൾ അവങ്കിലേക്ക് പ്രധാനമാണ്. ഈ കന്യകമറിയാം മധ്യവർത്തിയായി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ കാനാവിൽ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കുമ്പോഴും അവിടുത്തെ അടിസ്ഥാന സംഭവം എന്താണ്? അമ്മ ഇടപെട്ടു എന്നൊക്കെയുള്ളത് അമ്മയുടെ പെരുന്നാളിന്. നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും കാവ്യാത്മകത ഒരുപാട് ഉള്ളത് കൊണ്ട് വർണ്ണനകൾ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് ചിലപ്പോൾ പോകാറുണ്ട്. അത് കാവ്യാത്മകമായിട്ട് കാണേണ്ടതിനെ കാവ്യാത്മകമായിട്ടും വേദശാസ്ത്രപരമായിട്ട് കാണേണ്ടതിനെ വേദശാസ്ത്രപരമായിട്ടും വിലയിരുത്തേണ്ടതാണ്. അമ്മയുടെ സാന്നിധ്യം, അതിൻ്റെ അതുല്യത, മധ്യസ്ഥത ഒക്കെ പ്രധാനമാണ്. അതിന് ചേരുന്നത് വേറൊന്നുമില്ല. ഇറ്റ് ഈസ് യുണീക്ക്.
പക്ഷേ അവിടെ അമ്മ പറയുന്നത് എന്താണ്? അവങ്കലേക്ക് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ച. അപ്പൊ ഈ അവങ്കലേക്ക് എന്നുള്ള പ്രയോഗമാണ് എല്ലാ ദൈവപുരുഷന്മാരും എല്ലാ പ്രവാചകന്മാരും പറയുന്നത്. എല്ലാ അത്ഭുതങ്ങളുടെയും കാരണം അതാണ്. അവിടെ എത്തുമ്പോഴാണ് അന്വേഷണം പൂർണ്ണമാകുന്നത്. മധ്യസ്ഥരിലൂടെ, മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ, പുണ്യപുരുഷന്മാരിലൂടെ, പിതാക്കന്മാരിലൂടെ ഒക്കെയുള്ള യാത്ര, അവരോട് ചേർന്നുള്ള യാത്ര എത്തേണ്ടത് അവനിലാണ്. അവങ്കലേക്ക് നോക്കുക എന്നുള്ളത് പ്രധാന. ഇവിടുത്തെ വിഷയം അവങ്കലേക്ക് നോക്കി പ്രകാശിതരാവുക എന്നതാണ്. പ്രിയമുള്ളവർ, ഈ പ്രകാശം എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ്. പ്രകാശമില്ലായിരുന്നെങ്കിൽ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തൊരു സംഭവമാണ്! ജീവനില്ല, നിലനിൽപ്പില്ല, ഒന്നും കാണാനൊക്കില്ല. അന്ധരായ ആളുകളുടെ ജീവിതം പോലും എത്ര ദുസ്സഹമാണ്. പ്രകാശം ഉണ്ടായിട്ടും അതിനെ കാണാൻ സാധിക്കാതെ പോകുന്ന ആളുകളുടെ വൈഷമ്യങ്ങൾ എത്ര പരിതാപകരമാണ്, ദയനീയമാണെന്ന് ഓർത്തു പോവുക. ഞാൻ ഈ വേദപുസ്തകം ഒന്ന് കണക്ട് ചെയ്തപ്പോൾ 1-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് തുടങ്ങുകയാണ്. ഈ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായില്ല. വെളിച്ചമുണ്ടായി. വെളിച്ചത്തിലാണ് സൃഷ്ടിയുടെ തുടക്കം. ഉൽപ്പത്തി 1:3 അങ്ങനെയാണെങ്കിൽ വെളിപാട് 22, അതാണ് അവസാന അധ്യായം, അതിൻ്റെ 5 ഇനി രാത്രി ഉണ്ടാവില്ല എന്നാ പറയുക. രാത്രി ഉണ്ടാവാത്ത ഒരു സമയം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉൽപ്പത്തി 1:3 രാത്രി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വെളിപാട് 22:5 കൂടെ ചേർത്ത് വെക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് ഒരു പ്രകാശമയമായ ഭാവമാണ്. ഇതിനിടയ്ക്ക് വന്നു പോകുന്ന എത്ര പ്രകാശ സംബന്ധമായ വാക്കുകളുണ്ട്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, അങ്ങനെയുള്ള പ്രകാശം. മോശയുടെ മുഖം മലയിൽ വെച്ച് പ്രകാശിക്കുന്നത്. പഴയ നിയമത്തിലുടനീളം ഈ തേജസ്സുറ്റ ഭാവം പ്രകടമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യോഹന്നാൻ 8:12 പറയുന്ന ക്രിസ്തു തന്നെയാണ് പ്രകാശം എന്ന് പറയുന്ന യോഹന്നാൻ 1 തൊട്ട് തുടങ്ങിയാൽ വെളിച്ചം, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറയുന്ന ഭാഗം. പത്രോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ പറഞ്ഞാൽ 1 പത്രോസ് 2:9 അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള വാക്ക്. ഇങ്ങനെ പ്രകാശം നിറഞ്ഞു നിൽക്കുക. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കരോട് പറയുന്നുണ്ട്, നാം എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാണ്, രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല എന്ന് പറയുന്ന അങ്ങനെ എത്രയെത്ര പദങ്ങളാണ് പ്രകാശവുമായി ബന്ധപ്പെട്ട വേദപുസ്തകത്തിലുടനീളം കാണുന്നത്. വേണമെങ്കിൽ പ്രാർത്ഥന യോഗത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അസൈൻമെൻ്റാണ് അംഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രകാശത്തെക്കുറിച്ചുള്ള തിരുവചന പ്രതിപാദ്യം. തിരുവചനം ഒന്ന് അന്വേഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം. ഞാനൊരിക്കൽ വിദേശ രാജ്യത്തൊരിടത്തൊരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട്, അത് സങ്കീർത്തനമാണ്, 18-ാം അധ്യായം 18-ാം സങ്കീർത്തനം 8-ാം വാക്യ. അധ്യായം ഒന്നും പറയില്ലല്ലോ, ഞാൻ അബദ്ധം പറഞ്ഞാൽ എന്തൊരു വലിയ അബദ്ധമാവും. ഇത് നടുക്കത്തെ വാക്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഒരു പോക്ക്. വേദപുസ്തകത്തിലെ ഏറ്റവും മധ്യത്തിലുള്ള വാക്യം. ക്ലാസിൻ്റെ ആമുഖം പറഞ്ഞ ആരൊക്കെയോ ഇങ്ങനെ വേദപുസ്തകത്തിലെ മധ്യവാക്യമാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് ക്ലാസ് തീരുന്ന സമയത്ത് അവസാനം ചോദ്യോത്തരാണ്. സംശയം ചോദിക്കാൻ അവസരം കൊടുത്തപ്പോൾ ഒരമ്മച്ചി ചട്ടയും മുണ്ട് കൊടുത്ത്, അധികം പേരവിടെയില്ല, അധികമൊന്നല്ല, വേറെ ആരുമില്ല, ഈ അമ്മച്ചി മാത്രമേ ഉള്ളൂ. അമ്മച്ചി വേദപുസ്തകം കൈ പിടിച്ച് വന്നിച്ച് എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇത് നടുക്കത്തെ വാക്യം അല്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ അമ്മച്ചി ഒന്ന് സൂക്ഷിച്ചു നോക്കി. കാരണം ചിലർക്ക് ഈ ആത്മീയത കയറി കഴിയുമ്പം അവിവേകം നഷ്ടപ്പെടുന്ന, എവിടെയാണ് എന്താണ് പറയുന്നതെന്നറിയാൻ മേലാതെ, അങ്ങനെയൊന്നുമല്ല, വളരെ കോൺഫിഡൻ്റാണ് ആള്, വളരെ ധൈര്യത്തിലാണ്. ഇത് നടുക്കത്തെ വാക്യമല്ല. ഞാൻ ഒന്നുകൂടെ നോക്കി. അമ്മച്ചി പറഞ്ഞു, അച്ചോ ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത്, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നോക്കിയിട്ടാണ്. ഞാൻ കൈ കൂപ്പിയിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഒരിടത്തും ഈ പരിപാടി ഞാൻ പറയത്തില്ല, ഞാൻ ഇന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയത്തുമില്ല. ചുമ്മാ കാച്ചു കാണ്. 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്നുള്ള വാക്കുണ്ടെന്ന്. അന്നേരമാണ് അടുത്ത പ്രസംഗം വന്നിട്ട് പറഞ്ഞ് 365 66 ഉണ്ടെന്ന്. അതിവർഷം കൂടെ അദ്ദേഹം ചേർത്ത്. ഇത് എണ്ണി നോക്കാൻ എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാനിത് രണ്ടും നിർത്തി. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അന്വേഷിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. പിന്നെ എൻ്റെ ആകെയുള്ള ഒരു ധൈര്യം, നിങ്ങളാരും തപ്പി നോക്കുകയില്ല എന്നുള്ള, അത് ഞങ്ങളുടെ പ്രസംഗകരുടെയൊക്കെ ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ്. നിങ്ങളാരും തപ്പി നോക്കുകയില്ല എന്നുള്ള ധൈര്യത്തിൽ ഞങ്ങളങ്ങ് കാച്ചുക. ഇതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ പുറകിൽ ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവർ വന്നിരുന്നേച്ച്, ഈ അടുത്ത സമയത്ത് ഒരാൾ പറയുകയാണ്, ഒരു പ്രസംഗിക്കാനായിട്ട് വന്നു,
പ്രസംഗം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ ഡയറി എടുത്തിട്ട് തൊട്ടടുത്തിരുന്ന ആളെ കാണിച്ചു, ഇത് 994 അച്ഛൻ പ്രസംഗിച്ച വിഷയമാണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മോ, ഇതുപോലുള്ള അപ്പച്ചന്മാർ മാത്രം പ്രസംഗത്തിന് വരരുത് എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രസംഗിക്കാനായിട്ട് പോകുന്നത്. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം പോക്കാണ്. ചില അച്ചായന്മാർ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ചോദ്യം, ഇന്ന് ഏത് ക്രമം അച്ഛ ചൊല്ലിയേ? എൻ്റെ അമ്മ, ഞാൻ പോലും ഓർക്കുന്നില്ല എന്ത് ക്രമ ചൊല്ലിയതെന്ന്. ഏതോ ഒരു ക്രമം ചക്സാൻ പറിച്ചപ്പോൾ കിട്ടിയ ഒരു ക്രമം ചൊല്ലിച്ചിറങ്ങി വന്ന് എന്നോട് ഏത് ക്രമ ചൊല്ലിയെന്ന്. ഞാൻ അങ്ങനെയാ ചൊല്ലുന്നതെങ്കിൽ അവിടെ ഒരു ഈഫുണ്ട് കേട്ടോ, നിങ്ങൾ ഓർക്കരുത്, ഇതൊന്നും ബോധമില്ലാതെ ചൊല്ലുന്നതാണെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. അങ്ങനെയാ ചൊല്ലുന്നതെങ്കിൽ ഞാൻ പെട്ടു. ഈ അപ്പച്ചൻ്റെ അടുത്ത് ഏത് ക്രമമാണെന്ന് ചൊല്ലി അച്ഛന് പറയാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഏതായാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇവിടെ ഇരിക്കുന്ന 99% ഏത് ക്രമം ചൊല്ലിയാലും കുഴപ്പമില്ല, അച്ഛൻ ഇതിനകത്ത് അക്രമം ഉണ്ടാകരുതെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളുകളാണ് പ്രാർത്ഥനയോഗ അംഗങ്ങൾ സംബന്ധിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ടൊരു അന്വേഷണത്തിന് ഞാൻ പറയുകയാണ്, പ്രകാശം എന്ന വാക്കിനെക്കുറിച്ച് തിരുവചനത്തിൽ അങ്ങനെ നമ്മുടെ പേജുകൾ ഓരോന്നും മറിയണം. ഉൽപ്പത്തി 1, 2, 3 നമ്മൾ നോക്കാത്ത വംശാവലിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ മറിഞ്ഞ് നമ്മുടെ കൈ ചെല്ലണം. തുപ്പല് തൊട്ടിട്ടല്ല, അല്ലാതെ കൈ ചെന്ന ഓരോ പേജുകളും മറിയുമ്പോൾ തിരുവചനത്തിൻ്റെ ഓരോ ഭാഗത്തും സ്പർശിച്ചതിൻ്റെ കണ്ണ് ചെന്ന്, കാത് ചെന്ന്, കരം ചെന്ന് തിരുവചനം അങ്ങനെ നമ്മുടെ ദേഹത്ത് മുട്ടിയുരുമി. നിങ്ങൾ സ്നേഹിക്കുന്ന നായയില്ലേ, പട്ടി, അത് വേറൊരു തരത്തിലും നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാനൊക്കാത്ത ഈ നായ തൊട്ടുരുമി നിൽക്കുമ്പോൾ, ഞാൻ നായയുടെ കാര്യം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, അത് മക്കളാണെങ്കിലും സ്നേഹിതരാണെങ്കിലും ഒക്കെ അങ്ങനാണെങ്കിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഈ വചനത്തെ മുട്ടി ഉരുമി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, വചനത്തിനും നമുക്കും ഉണ്ടാകുന്ന ഒരു ആത്മീക അനുഭൂതി എത്ര ശ്രദ്ധേയമായിരിക്കും. അതുകൊണ്ട് പഠനത്തിന്, അന്വേഷണത്തിന് വേണ്ടി ഞാനതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. എവിടെയാണ് ഈ പ്രകാശത്തിൻ്റെ പ്രസക്തി? എവിടെയാണ്? അന്ധകാരത്തിലാണ്. അന്ധകാരം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സാധനമാണ്, ഒരു റിയാലിറ്റി അല്ല. അന്ധകാരം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ലൈറ്റ് എന്നവ, പ്രകാശം ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് അന്ധകാരം. അന്ധകാരം ക്രിയേറ്റ് ചെയ്യപ്പെടാനൊക്കാത്തതാണ്, സൃഷ്ടിക്കപ്പെടാനൊക്കാത്തതാണ്. പ്രകാശം ഇല്ലാത്തിടത്ത് സ്വയം സൃഷ്ടിക്കപ്പെടുന്നതാണ് അന്ധകാരം. എന്നാൽ എവിടെയൊക്കെ വെളിച്ചം വരുന്നു അവിടെയാണ് അന്ധകാരം മാറ്റപ്പെടുന്നത്. അപ്പോൾ ലോകത്തെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? അന്ധകാരമായിരുന്നു മുഴുവൻ, അവിടെയാണ് ദൈവിക പ്രകാശം ഇതിനൊക്കെ ഒരു രൂപവും ഭാവവും മനോഹരത്വവും നൽകിയത് എന്നുള്ളതാണ്. പരിശുദ്ധ ബാബാ തിരുമേനി പറഞ്ഞപ്പോഴും മറ്റ് റോണിയുടെ അൽമായ ട്രസ്റ്റിയുടെ പ്രസംഗത്തിലൊക്കെ നിങ്ങൾ കേട്ടു, വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ പോക്ക്. ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലിയോ എന്ന് പറഞ്ഞത്. അന്നത്തെ ഭ്രാന്ത് ഒരുപക്ഷെ മതബന്ധിതമായ, സാമൂഹിക ബന്ധിതമായൊരു ഘടനയാണ്. അപ്പം നമ്മുടെ അന്നത്തെ ആളുകൾ, പുരോഗമന ചിന്താഗതിക്കാർ, പലരും ഇതിനോട് ചേർന്ന് പോകുന്നവരാണല്ലോ. എന്താണോ സിസ്റ്റം, അതെത്ര ദുഷിച്ചതാണെങ്കിലും, അതെത്ര ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന ചില മിണ്ടാമൂളികൾ നമ്മളെപ്പോലെ ഉള്ളവർ. നോ റെസ്പോൺസ്, നോ റിയാക്ഷൻ, ഒന്നിനോടും പ്രതികരണമില്ല, ഇങ്ങനെ ചത്തതിനൊക്കുമേ എന്ന് പറഞ്ഞിട്ടൊരു പോക്കാണ്. വിവേകാനന്ദൻ ഇത് ഭ്രാന്താലയം എന്ന് പറയുമ്പോൾ അന്നത്തെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെട്ടു എന്നാണ് അന്നത്തെ സാമൂഹിക പരിഷ്കർത്താക്കൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? എത്ര ഭയാനകമാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ നോക്കിയാൽ 1, 2, 3, 4, 5 അങ്ങനെ എണ്ണം പറഞ്ഞു പോയാൽ ഇന്ന് ഈ വർഗീയത എവിടേക്കാണ് പോകുന്നത്? മനുഷ്യൻ കടയിൽ കയറുന്നത് പോലും ആരുടെ കട എന്ന് നോക്കിയിട്ട്, ആ ബോധം ഏറ്റവും കുറവുള്ളത് നമുക്കാണ് കേട്ടോ. വർഗ ബോധം ആരുടെ കടയാണെങ്കിലും നമ്മൾ കയറും. പ്രത്യേകിച്ച് നമ്മുടെ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളടുത്ത് കയറാൻ വളരെ മിടുക്കരാണ്. അങ്ങനെ കയറണം, അതാണ് വർഗീയതയില്ലാത്ത ഒരു മതേതര ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത്. സ്വന്തം തൊഴുത്തിലുള്ളവനിട്ട് കുത്തുക, അന്യ തൊഴുത്തിലുള്ളവനെ, എന്നിട്ട് അന്യ തൊഴുത്തിലുള്ളവനോട് ചേർന്ന് നിന്നിട്ട് സ്വന്തം തൊഴുത്തിലുള്ളവനെ കുത്തുന്നതാണ് വർഗീയ മതേതരത്വത്തിൻ്റെ യഥാർത്ഥ ഭാവം. അതേസമയത്ത് സ്വന്തം മതത്തിലുള്ളവനെ സ്നേഹിച്ചാൽ അതിന് വർഗീയത ഇൻവേർട്ടഡ് കോമയിലാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് സ്വന്തം സഹോദരനോടുള്ള സ്നേഹവും അവൻ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹവും. നിങ്ങൾ കേരള സമൂഹത്തിൽ അല്ലെ ഭാരത സമൂഹത്തിൽ നോക്കിയാൽ അറിയാം, എല്ലാവരും അവനവൻ്റെ കമ്മ്യൂണിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്, വളർത്താനുള്ള ശ്രമത്തിലാണ്. അതിൽ അവനവൻ്റേത് മാത്രം വളർന്നാൽ മതി, നിലനിന്നാൽ മതി എന്നുള്ള ചിന്ത ഈ വർഗീയത. എല്ലാവരും വളരണം, എല്ലാവർക്കും ഒരുപോലെ വളരാൻ കഴിയണം എന്നുള്ള സാഹചര്യം, അതാണ് ഞാൻ ഉദ്ദേശിച്ചതല്ലാതെ നമ്മുടേത് വളർത്തി മറ്റൊന്നിനെ തളർത്തുന്നതല്ല. വർഗീയത
ഇന്നെത്തി നിൽക്കുന്ന ഭീകരമായ അന്തരീക്ഷം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ നരബലി പോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറി എന്ന് പറയുമ്പോൾ എത്ര ഭയാനകമാണ്. ഇനി നമ്മളൊക്കെ വിദേശത്ത് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ചോദിക്കുന്നത് നരബലി നടന്ന നാടുമായിട്ട് എന്നെ അകലമുണ്ടെന്നാണ്. പണ്ട് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നരബലി നടന്നിടത്ത് ആയിട്ട് ഞാൻ പറയും 48 കിലോമീറ്റർ 50 കിലോ. ബിജു അച്ഛനൊക്കെ കുഴഞ്ഞു, വളരെ അയൽവക്കത്താണ്, വളരെ അടുത്താണ്. അപ്പോൾ ബിജു അച്ഛൻ എൻ്റെ കൂടെ പഠിച്ച അച്ഛനായതുകൊണ്ടാണ് ഞാൻ അച്ഛനെ തന്നെ പോയിട്ട് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ നരബലി അലങ്ങേറിയ ഒരു സംസ്ഥാനത്ത് വിദ്യാസമ്പന്നർ, സാക്ഷരതയിൽ 1-ാം സ്ഥാനം, ലോകം മുഴുവനും പോയി എല്ലായിടത്തും ലോകത്ത് എവിടെ കാലുകുത്താൻ ഇടയുണ്ടോ അവിടെയെല്ലാം ഞങ്ങളുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മലയാളിയുടെ മഹത്വം വെളിപ്പെട്ട മഹത്വം ഇൻവേർട്ടഡ് കോമയിൽ ഒരു സംഭവം അരങ്ങേറിയ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരം എന്താ ചെയ്തത്? അവനാ, അയാളാ. നരബലി അരങ്ങേറിയ സ്ഥലമാണ്. പിന്നെ ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കപ്പെടുക എന്നുള്ളത് ഞാൻ ആ അർത്ഥത്തിലാണ് പറയുന്നത്. അങ്ങനെ പറയാനൊക്കില്ല, അഡ്ജക്റ്റീവ് ചേർക്കാനൊക്കാത്തവ. എന്താണ് ലഹരി? ലഹരിയുടെ അടിമത്വം ഏറ്റവും ഭീകരമല്ലേ? പണ്ടൊക്കെ തീവ്രതയും ഇതുപോലെയുള്ള സംഭവങ്ങളും അരങ്ങേറുമ്പോൾ നമ്മൾ പറയും കാശ്മീരിലായിരുന്നു, ബീഹാറിലായിരുന്നു, വെട്ടം വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം കടന്നു ചെന്നിട്ടില്ലാത്ത ഇടങ്ങളിലായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് നമ്മൾ പറയും അയ്യോ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എല്ലാ അച്ഛന്മാരൊക്കെ ചുമ്മാ സ്റ്റേജിലോട്ട് കയറി നിന്നിട്ട് ബാംഗ്ലൂരിനെ കുറിച്ച് തകർത്ത് പ്രസംഗിക്കും. ബാംഗ്ലൂർ പിള്ളേരെ വിട്ടിട്ട് വന്നിരിക്കുന്ന അമ്മമാർ താഴെ ഇരിപ്പുണ്ട്. അവർ പ്രസംഗം കേട്ടിട്ട് ആശ്വാസം കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വന്നതാണ്. ഇവർ തിരിച്ചു പോകുന്നത് കരഞ്ഞുകൊണ്ടാണ്. എനിക്കത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ, എൻ്റെ കാര്യം. അതുകൊണ്ട് ഇപ്പോൾ എവിടെ കോട്ടയത്ത് എന്താണ് അരങ്ങേറുക, തിരുവനന്തപുരത്ത് എന്താണ് അരങ്ങേറുക? നമ്മുടെ ദേശവ്യത്യാസം ഇല്ലാതെ സാംസ്കാരിക സംവിധാനം തകർന്ന് തരിപ്പണായില്ലേ? ഇനി നമ്മുടെ വ്യക്തി, കുടുംബ, സഭ, സമുദായ രംഗങ്ങളിലേക്കൊക്കെ നോക്കിക്കേ, ഇവിടെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളത്. ഇതാണ് ഇരുളെന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു അസ്തമയ ഭാവത്തിലേക്ക് കേരളത്തിൻ്റെ സംസ്കാരം കൂപ്പുകുത്തുകയാണ്. പണ്ടത്തെ സന്തോഷം ഇന്ന് നമ്മുടെ മുഖത്തില്ല, പണ്ടത്തെ സന്തോഷം നമ്മുടെ ഭവനങ്ങളിലില്ല, പള്ളികളിലില്ല, സഭയിലില്ല. എന്നാൽ ഇവിടുന്ന് അപ്പുറത്തോട്ട് എത്തി നോക്കിയാൽ അവിടെ നിന്നെങ്കിലും ടോർച്ച് കിട്ടുമെന്ന് നോക്കിയപ്പോൾ അവിടെയില്ല. ഒരിടത്തും ആ ഒരു സമാധാനത്തിൻ്റെ പ്രകാശിത ഭാവം എല്ലായിടത്തും ഒരു അസ്തമയ സൂര്യൻ്റെ ഭാവത്തോടെ നിൽക്കുന്ന വളരെ സങ്കടകരമായ, ആശങ്കാജനകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുക. ഹിസ്കിയ രാജാവിനോട് നിന്റെ കാലത്തിന് ശേഷം നിന്റെ രാജ്യം മുടിഞ്ഞു പോകും, നിന്റെ കൊട്ടാരത്തിൽ വന്ന് ഇതെല്ലാം കണ്ടവൻ ഇതും കൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ, കണ്ടവൻ അതും കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് പറഞ്ഞ് ദൈവമേ സന്തോഷം, എൻ്റെ കാലത്ത് ഇതൊന്നും സംഭവിക്കുകയില്ല. അങ്ങനെ വേണമെങ്കിൽ ആശ്വസിക്കുക. ഞങ്ങളുടെ കാലമൊക്കെ, ഞാൻ പല വൈദികരോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഞങ്ങളുടെ പൗരോഹിത്യ കാലമൊക്കെ ഇത്രയൊക്കെ ആയല്ലോ എന്ന്, അപ്പം റിട്ടയർ ചെയ്തവർക്ക് അതിലും കൂടുതൽ ഒരുപക്ഷെ ആശ്വസിക്കാൻ ഒക്കുന്ന, ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കാലത്ത് ഇത് നടക്കുകയല്ലോ എന്ന് ആശ്വസിക്കാൻ വേണമെങ്കിൽ. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താണ്? അടുത്ത തലമുറയ്ക്ക് എന്ത് കൈമാറുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ട അടുത്ത തലമുറ. ഇവിടെയാണ് ഒരു പ്രകാശഭാവത്തിൻ്റെ സാധ്യത, പ്രകാശിതനാവേണ്ടുന്നതിൻ്റെ ആവശ്യകത രൂപപ്പെടുക. സഹോദരങ്ങളെ, പ്രകാശിച്ചേ മതിയാവുകയുള്ളൂ. ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ നിന്ന് ഇരുട്ട് മാറ്റാൻ നമ്മൾ പ്രകാശിച്ച് മതിയാവുകയുള്ളൂ. പ്രകാശിക്കുന്നവൻ്റെ ചുമതല അതാണ്. അത് പ്രകാശത്തെ ഒരിക്കലും കാണാനും ഒക്കത്തില്ല. ആരാ പ്രകാശത്തെ കണ്ടിട്ടുള്ളത്? സൂര്യനെ കാണാമെന്നുള്ളതല്ലാതെ സൂര്യൻ ജ്വലിപ്പിക്കുന്ന ലൈറ്റ് അത് നമുക്ക് കാണാനൊക്കില്ല. റിഫ്ലക്റ്റിംഗ് സാധനങ്ങൾ മാത്രമേ കാണാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രകാശിക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടാവരുതെന്ന് നിർബന്ധമുള്ളതുപോലെയാണ് പ്രകാശം എന്ന ആ വലിയ സംവിധാനത്തെ ദൈവം രൂപകൽപ്പന നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ലല്ലോ, ഈ പ്രകാശവും കണ്ണുമായിട്ടൊരു ബന്ധമുണ്ടല്ലേ. കണ്ണില്ലെങ്കിൽ പ്രകാശത്തിന് പ്രസക്തിയില്ല. പ്രകാശം ഉണ്ടായിട്ട് കണ്ണില്ലെങ്കിൽ പ്രയോജനമില്ല. കണ്ണുണ്ടെങ്കിലും വെളിച്ചമില്ലെങ്കിലും. അപ്പം ഇത് രണ്ടും കൂടെ പരസ്പര പൂരകങ്ങൾ. ഇത്രയും പൂരകങ്ങളായിട്ടുള്ള, വേണമെങ്കിൽ കാലും ഭൂമിയായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ബന്ധമാണ് ഈ കണ്ണും വെളിച്ചവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ കണ്ണ്, അതും നോക്കിക്കുക, ഈ കണ്ണുകൊണ്ട് ഒരിക്കലും നമ്മളെ കണ്ടിട്ടില്ല പോലും. ഉണ്ടോ? പിന്നെ അച്ഛൻ അതൊക്കെ അങ്ങ് വിടും. ഞങ്ങൾ രാവിലെ എത്ര നേരം വിത്തൗട്ട് മിറർ, നമ്മുടെ മുമ്പിൽ ഗ്ലാസ് ഇല്ലാതെ, കണ്ണാടിയില്ലാതെ
ഈ സ്വന്തം കണ്ണുകൊണ്ട് തമ്പുരാനെ നീ ഇത് ഉണ്ടാക്കി വെച്ചപ്പോൾ, ഇത് രൂപപ്പെടുത്തിയപ്പോൾ, ആദാമിനെ രൂപപ്പെടുത്തിയപ്പോൾ ഇങ്ങനെയൊരു ഭയങ്കര ചിന്ത നിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എൻ്റെ സൗന്ദര്യം, എൻ്റെ ഭംഗി, എൻ്റെ മനോഹരത്വം ആസ്വദിക്കാൻ ഒരിക്കൽ പോലും ആയുസ്സിൽ, അല്ലെങ്കിൽ എൻ്റെ കണ്ണ് ഞാൻ വല്ലവർക്കും ദാനം ചെയ്തിട്ട് അവൻ്റെ കണ്ണിലൂടെ, അവൻ വെക്കുന്ന സാധനത്തിലൂടെ എന്നെ നോക്കിയാലേ എനിക്ക് എന്നെ കാണാനായിട്ടൊക്കെ ഉള്ളൂ. അപ്പം വെളിച്ചവും കണ്ണും ഏതാണ്ട് ഇതുപോലെയാണ്. കാണാനൊക്കില്ല, അവർക്ക് പ്രയോജനമില്ല എന്നുള്ളതുപോലെ അവരെ കൊണ്ട് സ്വന്തം ഏത് സ്റ്റേഡിയത്തിലാണോ ഏത് സിറ്റുവേഷനിലാണോ അവരിയ്ക്കുന്നത്, അവർക്ക് അവരെ കൊണ്ട് പ്രയോജനമില്ലാത്ത പോലെയുള്ള ഒരു സംവിധാനം. ഇത് പ്രകാശം വളരെ അധികം ചിന്തിക്കപ്പെട്ടിട്ടുള്ള, സംസാരിക്കപ്പെട്ടിട്ടുള്ള വിഷയമായതുകൊണ്ട് ഞാനൊന്ന് ഒരു ചിന്ത മാത്രം പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചുരുങ്ങിയ വാക്കുകളിൽ പ്രകാശിച്ച ഒരാളെക്കുറിച്ച് സൂചിപ്പിച്ച് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു നിർത്താം. യേശു ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച്, അല്ലെങ്കിലും യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ യേശുവിന് 100 നാക്കാണ്. അങ്ങ് തരി തീർത്താണ് പറയുക. പിന്നെ ആരും ആ പൊസിഷൻ ഏറ്റെടുക്കരുതെന്നുള്ള രീതിയിലാണ്. വിശുദ്ധ മത്തായി 11:11 യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ. പിന്നെ ആർക്കും ഇല്ലല്ലോ ആ ഒരു സ്ഥാനം, പിന്നെ ആർക്കും ഒക്കുപ്പൈ ചെയ്യാനൊക്കാത്തതാണ്. അതുപോലെ യോഹന്നാനെ കുറിച്ച് പറയുകയാണ്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന്. എന്താണ് യോഹന്നാനിൽ കാണുന്ന ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, യോഹന്നാന്റെ പ്രത്യേകത ഈ പ്രകാശിക്കുക, അതാണ് അടിസ്ഥാനം. എങ്ങനെയാണ് യോഹന്നാൻ പ്രകാശിക്കാനൊക്കെ? ഇത് പറയുമ്പോൾ ഒരു കാര്യം തിരുമേനി പറഞ്ഞതും യോഹന്നാന്റെ ധാരണയാണ്, അവൻ വളരണം, അതാണ് പ്രകാശം. ഞാൻ, അവൻ എങ്ങനെ, ഞാൻ എങ്ങനെ, അവൻ വളരണം, ഞാൻ കുറയണമെന്നൊരു ചിന്ത, അതാണ് പ്രകാശത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഞാൻ പ്രകാശമാകുമ്പോൾ എന്നിലൂടെ അവൻ കാണപ്പെടുകയാണ്, അവൻ ശ്രദ്ധിക്കപ്പെടുകയാണ്. യോഹന്നാനെ കുറിച്ച് പറയുന്നത്, യോഹന്നാൻ ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യനെന്നാണ്. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാന്റെ ആമുഖത, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അയച്ചു വന്നവനാണ്. അത് യാദൃച്ഛികമല്ല, അപ്രതീക്ഷിതമായിട്ടുള്ളതല്ല, വളരെ ബോധപൂർവം ദൈവം അയച്ചിട്ട് വരികയാണ്. എല്ലാ മനുഷ്യരെ കുറിച്ചും അങ്ങനെ വേണമെങ്കിൽ പറയാം, ദൈവം അയച്ചിട്ടാണ് വന്നത്. നമ്മളാരും യാദൃച്ഛികമായിട്ട് പിറന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അയക്കപ്പെടലാണ്. അപ്പോസ്തോലൻ അയക്കപ്പെട്ടവൻ, സ്ലീഹ അയക്കപ്പെട്ടവൻ, അപ്പോസ്തോലന്മാർ 12 പേര് ശരിക്കും ദൈവത്താൽ അയക്കപ്പെട്ട ആളാരാന്ന് ചോദിച്ചത്, ദ യുണീക്ക്, ദ അപ്പോസ്റ്റൽ ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവനാണ് ശരിക്കും അപ്പോസ്തോലൻ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവം അയച്ചിട്ട് വന്നു. പിന്നെ അവനാൽ അയക്കപ്പെട്ടവർ, അപ്പോൾ തൃത്വത്താൽ അയക്കപ്പെട്ട ക്രിസ്തു, ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവർ, പിന്നെ അവരയക്കുകയാണ്. അപ്പൊ ദൈവം അയച്ചിട്ട് വന്ന ഒരു സ്ലീഹായാണ്, ഒരു അപ്പോസ്തോലനാണ്. നമ്മൾ ഈ 12ലേക്ക് അപ്പോസ്തോലൻ, സ്ലീഹ എന്നുള്ള വാക്ക് ചുരുക്കിയിരിക്കുന്നത് കൊണ്ട് അതിനപ്പുറത്ത് ആരെക്കുറിച്ചെങ്കിലും പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കാത്തത്. അയക്കപ്പെട്ടു വരുന്നവരെല്ലാം അപ്പോസ്തോലന്മാരാണ്. ഇവിടെ ദൈവം അയച്ചിട്ട് വന്ന ഒരാളാണ്. നമ്മളൊക്കെ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അയക്കപ്പെട്ടവന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത് ആ ബോധം ഉണ്ടാകണം. എന്താ? അയക്കപ്പെട്ടവനാണ്, ആരോ അയച്ചതാണ്, അയച്ചവനെ കുറിച്ചുള്ള ബോധം, അയച്ചവൻ എന്തിനു വേണ്ടി അയച്ചു എന്നുള്ള ചിന്ത, അതിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പോക്ക്. ഞാൻ ഈ യോഹന്നാനെ കുറിച്ച് ഓർക്കുകയാണ്. യോഹന്നാന്റെ പ്രസംഗ വിഷയം എന്താ? യോഹന്നാന്റെ പ്രസംഗ വിഷയം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, അത്രയേ ഉള്ളൂ. അവിടെ യോഹന്നാൻ ഇത് പറയുന്നത് മത്തായി 3:2 സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. യോഹന്നാൻ തടവിലായപ്പോഴാണ് യേശു പ്രവർത്തനം തുടങ്ങിയത്. യോഹന്നാൻ അവസാനിക്കുന്നു, യേശു തുടങ്ങുന്നു. പഴയ നിയമം തീരുന്നു, യേശു ആരംഭിക്കുന്നു, പുതിയ നിയമം ആരംഭിക്കുന്നു. യോഹന്നാൻ മത്തായി 3:5 പറഞ്ഞ ആ വാചകം തന്നെയാണ് വിശുദ്ധ മർക്കോസ് 1:14 യേശു പറയുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട്. അത് സുവിശേഷം എന്നൊരു വാക്കിൻ്റെ കൂട്ടിച്ചേർക്കലുണ്ട്, ബാക്കിയെല്ലാം സെയിമാണ്. അപ്പോൾ ഇതെല്ലാം അയക്കപ്പെട്ടവരുടെ എല്ലാം ഒറ്റ പ്രസംഗ വിഷയം, സൺഡേ സ്കൂളിലെ മത്സരം പോലെയാണ്. ഒറ്റ പ്രസംഗ വിഷയം കൊടുത്തിട്ടാണ് അയക്കുക. പ്രസംഗ വിഷയം മാറാൻ പാടില്ല. ഇപ്പം ഞങ്ങൾ 4 അച്ഛന്മാരൊരു കൺവെൻഷന് പ്രസംഗിച്ചാൽ 4 വിഷയമായിരിക്കും എന്ന് മാത്രമല്ല, പലപ്പോഴും കോൺട്രഡിക്ഷൻ വരാറുണ്ട്, ഒരു വിഷയത്തിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. അത് ആശയപരമായ വ്യത്യാസങ്ങൾ. ഇവിടെ
അയക്കപ്പെട്ടവന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം അയച്ചവന്റെ വിഷയം സംസാരിക്കുക എന്നുള്ളതാണ്. അയച്ചവൻ എന്താണോ പറഞ്ഞത് ആ വിഷയം സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ ഇതൊരു കൂട്ടുകച്ചവടമാണ്, കൂട്ടുകൃഷിയാണ്. ഒറ്റയ്ക്കൊരു തനതായ ചിന്താഗതിയോടെയോ നിലപാടിലൂടെയോ പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. അയക്കപ്പെട്ടതാണെന്നൊരു ചിന്ത വന്നു കഴിയുമ്പോൾ അവിടെ അയച്ചവന്റെ ഇഷ്ടം. അപ്പം അതിനു മുമ്പ് അയക്കപ്പെട്ടവനും അതിന് പിമ്പയക്കപ്പെട്ടവനും ഒക്കെ ചെയ്യുന്നതിനോട് ചേർന്ന് നിന്ന് ഒരുമിച്ചുള്ള, ഇതാണ് ഒരുമിക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. നമ്മൾ ഒരുമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതോ അല്ല, ആശയപരമായും ഒരുമിക്കുക. അത് ദൈവരാജ്യം, അതാണ് പ്രസംഗ വിഷയം. ഈ ഒരുമിക്കുക എന്ന് പറയുന്നതിൻ്റെ മനോഹരമായൊരു ശൈലി നമ്മൾ കാണുന്നത് ഈ പൗലോസ് അപ്പോസ്തലൻ. ഞാൻ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 12 പേര് പെടാത്ത ഒരാളാണ്. നമ്മളൊക്കെ ആയിരുന്നു ഒരു സഭയുണ്ടാക്കിയനെ, ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം കൂടെ ചേർത്തിട്ടൊരു സഭയുണ്ടാക്കാൻ പറ്റുന്ന സാധനം പൗലോസിൻ്റെ കയ്യിലുണ്ട്. പൗലോസ് വന്നു കഴിഞ്ഞ് ക്രൈസ്തവ സഭയ്ക്കുണ്ടായ മാറ്റം, അതിൻ്റെ വിശദീകരണ മേഖലകളിലും പ്രവർത്തന രംഗങ്ങളിലും ഉണ്ടായ വിശാലത അത്ഭുതകരമാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നെ വിശ്വസിക്കുന്നവൻ ചെയ്യും, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് കൊണ്ട് അതിനേക്കാൾ കൂടുതലും അവൻ ചെയ്യും എന്ന് യേശു പറഞ്ഞത് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിയത് പൗലോസ് ശ്ലീഹായാണ്. എത്ര വിശാലതയായിരുന്നു പൗലോസിന്റെ പ്രവർത്തന മേഖല എന്ന് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ ശിഷ്യനായിട്ട് വരുമ്പോൾ ആരും അംഗീകരിച്ചില്ല, കൂട്ടത്തിൽ കൂട്ടിയില്ല. കാണാൻ ചെല്ലുമ്പോൾ സംശയം ഉണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലന് വേണ്ടി മാത്രം കൂടിയതാണ് യെരൂശലേം സുന്നഹദോസ്. ഒതുക്കാനാണോ തള്ളാനാണോ കൊള്ളാനാണോ എന്നറിയാൻ മേല. ഏതായാലും അവസാനം ഈ ദൈവ പദ്ധതി ഇങ്ങനെ ഉരുത്തിരിയുക എന്ന് പറയുമല്ലോ, എല്ലാം കൂടെ അവസാനം വരുമ്പോൾ എല്ലാം അങ്ങനെ കേട്ടോ. നമ്മൾ ഈ പലതിനും വേണ്ടി മുറവിളി കൂട്ടേണ്ട കാര്യമില്ല. ദൈവ പദ്ധതി ഉരുത്തിരിയുന്ന സമയം വരെ, അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും സമൂഹ സഭാ ജീവിതത്തിലാണെങ്കിലും ദൈവ പദ്ധതി ഉരുത്തിരിയുന്നത് വരെ കാത്തിരിക്കുക. അവൻ തക്ക സമയത്ത് ഉയർത്താൻ കൈക്കീഴ് താണിരിപ്പീൻ എന്നൊക്കെ പറയുന്നത് പോലെ ബഹളം വെച്ചിട്ടോ നിർബന്ധം പിടിച്ചിട്ടോ ധൃതി കൂട്ടിയിട്ടോ ഒരു കാര്യമില്ല. അവൻ ആകുന്ന സമയം, കാലം തികഞ്ഞു എന്നൊക്കെ പറയൽ, ഇൻറ്റായി കൃത്യമായ സമയമാകുമ്പോൾ അവൻ പരിപാടി അവതരിപ്പിച്ചോളും, നമ്മൾ നിന്നു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ശിഷ്യ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ചേർത്തില്ല. 3 മിഷണറി യാത്രകൾ പൗലോസിന്റെ പറയുന്നുണ്ട്. ഈ 3 യാത്രകളും തുടങ്ങുന്നത് യെരൂശലേമിൽ, തീരുന്നതും യെരൂശലേമിൽ. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് വന്നിട്ട് നടന്ന സംഭവം മുഴുവൻ ഈ ശിഷ്യന്മാരോട് തന്നെ ഉൾക്കൊള്ളാത്ത, തന്നെ കൂട്ടിച്ചേർക്കാത്ത, ആശയപരമായിട്ട് തന്നോട് വിയോജിപ്പുള്ള ഒരു അവരുടെ ആഢ്യത്വവും ക്രിസ്തുവിനോട് ചേർന്നുള്ളവരായിരുന്നുവെന്നുള്ള അവകാശബോധവും ഒക്കെ കൊണ്ടു നടക്കുന്ന ആ ശിഷ്യ സമൂഹത്തോട് പയ്യെ ചെന്ന് ചേർന്നിരുന്ന, ഒഴിവായി പോവുകയല്ല, എങ്ങനെ ഒഴിവാകാമെന്നല്ല, എങ്ങനെ ചേർന്ന് നിൽക്കാമെന്ന്, തൻ്റെ കരിസ്മ അത് മുഴുവനായി ആസ്വദിക്കുമ്പോൾ. എന്താ വെളിപാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കുന്നതിന് ശൂലം തന്നു എന്നൊക്കെ 2 കൊരിന്ത്യർ 12 പറയുന്ന അവകാശവാദമൊക്കെ ഇല്ലേ, 3-ാം സ്വർഗത്തുള്ള ആ അവകാശവാദമൊക്കെ ഉള്ളപ്പോൾ തന്നെ പൗലോസ് ചേർന്നു പോകാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ അയക്കപ്പെട്ടവനാണെന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഒറ്റയ്ക്കുള്ള പ്രവർത്തനത്തിന് പ്രസക്തിയില്ലാത്ത. അവിടെ പ്രസംഗമാണെങ്കിൽ ഒരു വിഷയം, നമുക്ക് വരുന്ന ഒരു ചെറിയ പ്രയാസം ഞാൻ പറയട്ടെ. ഓരോരുത്തരും വന്ന് അടുത്തയാൾ പോകുമ്പോൾ പ്രവർത്തന ശൈലിയിൽ അടിമുടി മാറ്റമാണ്. എന്താണ് പുതുമ, എന്താണ് പുതിയത്? തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിന് ചേരുന്ന പുതുമകൾ അവതരിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആശയം, അടിസ്ഥാനപരമായ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളത് ഓർത്തു പോവുകയാണ്. അപ്പം ഈ യോഹന്നാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അയക്കപ്പെട്ടവനായിരുന്നു എന്ന് മാത്രമല്ല, അയക്കപ്പെട്ടവൻ എന്നുള്ള വീക്ഷണത്തിൽ, തോന്നലിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത്. നമ്മളും അയക്കപ്പെട്ടവരാണ്. ഒരു പ്രാർത്ഥനാ യോഗം ഇവിടെ പ്രസംഗിച്ച പലരും സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയതാണ്. പക്ഷേ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞാൻ പറയട്ടെ, ബാക്കിയുള്ളവർക്കെല്ലാം അവരുടേതായ സംഘടനകളുണ്ട്. എനിക്ക് തോന്നുന്നു സംഘടനയില്ലാത്ത പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഏക ഗ്രൂപ്പ് മുതിർന്ന പുരുഷന്മാരാണ്. അവർക്ക് വയോജന സംഘടന എവിടെയെങ്കിലുമൊക്കെ കണ്ടേക്കാം. സഭ പൊതുവായിട്ട് അംഗീകരിച്ച് ഒരു സംഘടനാ തലത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഒത്തിരി സാധ്യതകൾ ഉള്ള ഒരു സമൂഹമാണ് ഈ മുതിർന്ന പുരുഷന്മാർ. സ്ത്രീകളല്ലെന്നല്ല,
അവര് ഇന്ന് റിട്ടയർമെന്റ് കഴിഞ്ഞ് എന്തു ചെയ്യണം എന്നറിയാൻ പാടില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടു, അവരെ എന്തുമാത്രം നമ്മൾ ഉപയോഗിച്ചു, പള്ളിക്ക് സംഭാവനകൾ തന്ന, അവരായ കാലത്ത് പ്രവർത്തിച്ച പ്രവർത്തന രംഗം. എനിക്ക് പറയാനുള്ളത്, പള്ളിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ നിന്ന്, തിരിച്ചൊന്നും പറയില്ലേ, ഭരണപരമായ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിന്നിട്ട് ഈ പ്രാർത്ഥനയോഗ ബന്ധത്തിൽ കുറെ കൂടെ അവർ സജീവമായ, ഭരണപരമായ കാര്യത്തിൽ ബന്ധപ്പെടരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് അവരുടേതായ റോൾ നിർവഹിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ ഈ ആത്മീക രംഗത്ത് അവർ കുറെ കൂടെ മാതൃകകളായി സജീവമായാൽ നല്ലതായിരിക്കും. ഐക്യപ്പെട്ടവർ എന്നുള്ള ധാരണയിൽ എന്നും ഒരുപോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് കൈമാറിക്കൊടുത്ത ഈ സംവിധാനത്തെ ഒരേ വിഷയത്തിൽ നിലനിർത്തുവാനുള്ള ഒരു ഉത്തരവാദിത്വം പ്രാർത്ഥനയോഗത്തിൽ വളരെ പ്രകടമായി കാണപ്പെടേണ്ടതാണ്. രണ്ടാമത് എനിക്ക് യോഹന്നാനെ കുറിച്ച് പറയാനുള്ളത്, യോഹന്നാനോട് ആളുകൾ വന്ന് ഇച്ചിരി ഷൈനിങ് സ്റ്റാറാണ്, ആളുകളെല്ലാം ഓടി വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. നീ മെസ്സിഹ ആണോ? രണ്ടാമത്തെ ചോദ്യം അല്ലെന്ന് പറഞ്ഞു. ഈ അല്ലെന്നൊക്കെ പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്, അല്ല മുക്കിമൂളിയല്ല. 3, നീ ആ പ്രവാചകനാണോ? അതുമല്ല. അവസാന യോഹന്നാൻ പറയുന്നത് മരുഭൂമി വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. കർത്താവിന് വഴി ഒരുക്കുക എന്നതാണ് വരവിന്റെ ഉദ്ദേശം. ഈ വഴി ഒരുക്കുക എന്ന് പറഞ്ഞാൽ തമ്പുരാന് പ്രവർത്തിക്കണമെങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടണം. തമ്പുരാൻ പ്രവർത്തിക്കും, പക്ഷെ അനുകൂലമായ സാഹചര്യം രൂപപ്പെടുത്തേണ്ടത് മനുഷ്യകരങ്ങളിലാണ്. വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ നമ്മൾ 2 ആളുകളെ ഓർത്തിട്ടാണ്. പ്രസവിച്ച മറിയാമും മാമോദീസ മുക്കിയ യോഹന്നാൻ, 2 പേരും കർത്താവിന്റെ മനുഷ്യാവതാരത്തിൽ അതുല്യമായ ഒരുക്കങ്ങൾക്ക് നിന്നുകൊടുത്ത ആളുകളാണ്. അവൻ വന്ന് വസിക്കുവാനും പിറക്കുവാനും ഉദരം, അവൻ വന്ന് യാത്ര ചെയ്യുവാൻ വഴി. യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ യോർദാനിലെ കാട് വെട്ടി, നമ്മളിന്ന് പെരുന്നാളിന് മുനിസിപ്പൽ അധികൃതരോടൊക്കെ കാടൊന്ന് വെട്ടിയേക്കണമെന്ന് ആ പരിപാടിയല്ല. മാനസാന്തരത്തിന്റെ വഴിയൊരുക്കം യോഹന്നാൻ സ്നാപകൻ നിർവഹിച്ചു എന്നുള്ളതാണ്. വഴി ഒരുക്കുവാനായിട്ട് വന്നവന്. ഈ വഴി ഒരുക്കുവാൻ വന്നവന്റെ ശൈലി അത്ഭുതപ്പെടുത്തുന്നതാണ്. വഴി മാറി സഞ്ചരിക്കുക. ക്രിസ്തുവിന് വഴി ഒരുക്കുവാൻ വന്നവൻ വഴി മാറി സഞ്ചരിക്കുക. ഒരു അച്ഛന്റെ മകനാണ്. ഈ ജനത്തിന്റെ മുഴുവൻ നോട്ടപ്പുള്ളിയാണല്ലോ ഈ അച്ഛന്റെ മക്കളെ. ഈയിടെ ഒരു മകള് അമ്മയോട് ചോദിച്ചു, അമ്മേ, പപ്പ അച്ഛനാകാനുള്ള തീരുമാനം സ്വന്തമായിട്ട് എടുത്തതാണ്, അച്ഛനെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം അമ്മ സ്വന്തമായിട്ട് എടുത്തതാണ്. ഞങ്ങൾ എന്ത് പിഴച്ച്? പള്ളിയിൽ ചെന്ന അച്ഛൻ്റെ കൊച്ചിൻ്റെ സ്കാർഫ് താഴെ കിടക്കുന്നു, അച്ഛൻ്റെ കൊച്ച് ഇട്ടിരിക്കുന്ന വേഷം, അച്ഛൻ്റെ കൊച്ച് വന്ന സമയം, അച്ഛൻ്റെ കൊച്ച് നിന്ന രീതി, ഒരു സ്വസ്ഥതയില്ല. എന്നോട് പറയുന്നിട്ട് അവൾ, എൻ്റെ പൊന്നച്ച, ഒരു സ്വസ്ഥതയില്ല. നമ്മുടെ മനുഷ്യരില്ലാത്ത ഏതെങ്കിലും പള്ളിയിൽ ഒന്ന് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തു ഭംഗിയെന്ന്. ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ നിരവധി. ഇതിനിടയ്ക്കാണ് നിങ്ങൾ വന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ കേൾക്കാനുള്ള നല്ല മനസ്സോടെ, നല്ല പോട്ടെ അത് പോട്ടെ, ഇരുന്ന് തരുന്നത് അത് ഇതിനിടയ്ക്കാണ് എന്ന് ഓർത്തോണം. അതിൽ ബഹുഭൂരിപക്ഷവും ക്രിയേറ്റഡ് ആണ്, സൃഷ്ടിക്കപ്പെടുന്നതാണ്. പോട്ടെ, ഇവിടെ അച്ഛന്റെ മകനായിട്ട് ജനിച്ചവൻ നിശ്ചയമായിട്ടും കുപ്പായിട്ട് മദ്ബഹായിൽ മഹാവിശുദ്ധ സ്ഥലത്ത് കയറണമെന്നുള്ളതല്ലേ ആഗ്രഹം. ആറ്റുനോറ്റ് കാത്തിരുന്ന് കിട്ടിയ യോഹന്നാനെ കുറിച്ച് അപ്പന്റെ അമ്മയുടെയും അതിലപ്പുറം പ്രതീക്ഷ എന്താ ഉള്ളത്? ഒരിക്കൽ പോലും അവൻ ആ വശത്തോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. നീളം കുപ്പായി ഇട്ടില്ല എന്ന് മാത്രമല്ല, ഈ അരയിൽ ഒരു സാധനം ധരിച്ചുകൊണ്ടൊരു പോക്കാണ്. മിനിമം വസ്ത്രം, വളരെ ഗാന്ധിജിയൊക്കെ പറയുന്നത് പോലെ എല്ലാവരും ഉടുക്കാനുള്ളത് വന്നിട്ട് മതി, ഞാനും മുഴുവനായിട്ടും മറയ്ക്കുന്നതെന്ന് പറയുന്ന ഒരു ആദർശമാണെന്ന് അവിടെ വ്യക്തതയൊന്നുമില്ലെങ്കിലും തൽക്കാലം വേണ്ട വസ്ത്രവും ഭക്ഷണവും കഴിച്ചുകൊണ്ടിട്ട് ഒരു യാത്രയാണ്. യാത്ര മരുഭൂമിയിൽ, അതാ ഞാൻ പറഞ്ഞത്, വഴിമാറിയുള്ള യാത്രയാണ്, മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, ജനമില്ലാത്ത സ്ഥലത്തൂടെയുള്ള യാത്രയാണ്. പക്ഷെ പ്രത്യേകത എന്താ? ജനമില്ലാത്ത ഇടത്തൂടെ ഇവൻ യാത്ര ചെയ്യുമ്പോൾ ഇവൻ പോയ ഇടം ജനസഞ്ചയമായി. ഇതാണ് കാരിസ്മാറ്റിക് പവർ എന്ന് പറയാം. ഇവൻ പോയ ഇടം ജനസഞ്ചയമാക്കി മാറ്റുന്നു. പരിമല നോക്കിയാലും പാമ്പാടി കുന്ന് നോക്കിയാലും ഒക്കെ കാണാം, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഉദാഹരണം. ആളില്ലാത്ത സ്ഥലത്ത് പോയി കുടിയിരിക്കുക, എന്നിട്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം ആളുകളുടെ എണ്ണത്തെ അസാധാരണമാം വിധം വർദ്ധിപ്പിക്കുന്ന ഒരു ആകർഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുക. അവിടേക്ക് ആളുകൾ ഓടി വരിക. ഒരു പരിചയമില്ലാത്തവനെ വരുന്നേ, ഒരുപക്ഷെ ഒരിക്കൽ മാത്രം കേട്ടിട്ട് വരുന്ന എത്ര ആളുകൾ ഒരു വർഷം പരിമല ആകെ ഒറ്റ പ്രാവശ്യം മാത്രം അവൻ ആ പിതാവിന്റെ നാമത്തിലുള്ള പള്ളിയിലൊന്നും പോയിട്ടുള്ളയാളൊന്നും ആയിരിക്കില്ല. അപ്പോ ഇങ്ങനെ വഴി മാറി നിർജ്ജനദേശത്തെ
ജനസഞ്ചയമാക്കി മാറ്റുവാൻ കഴിവുള്ള, ഇതാണ് പ്രകാശം. എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കുന്നു എന്ന് വരുമ്പോൾ ആളുകൾ, അന്ധകാരത്തിൽ തടയുന്നവന് എന്തെങ്കിലും കാണുവാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ അവിടേക്ക് അവൻ ഓടിയെത്തുകയാണ്. ആ പ്രകാശം ഒരു ദിവ്യ തേജസ്സായിട്ട് ഇങ്ങനെ മലമേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ ശോഭിക്കുകയാണ്. വഴി ഒരുക്കാൻ വന്നവൻ വഴി മാറി സഞ്ചരിക്കുന്നത്. 400 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കേൾക്കുന്നതാണ് യോഹന്നാൻ സ്നാപകന്റെ ശബ്ദം, പ്രവാചക ശബ്ദമായി. മലാഖി പ്രവാചകൻ എഴുതി നിർത്തിയിട്ട് പിന്നെ ആരും ഇസ്രയേലിൽ പ്രവാചകന്മാരായിട്ട് എഴുന്നേറ്റിട്ടില്ല. ഇരുളടഞ്ഞ കാലം, അതിൽ ആദ്യത്തെ പ്രകാശ ശബ്ദമായിട്ട് മാറുക. പ്രിയപ്പെട്ടവർ, നമുക്കും ഈ പ്രാർത്ഥനയോഗത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മേഖലകളെ പ്രകാശിതമാക്കുക. സങ്കടങ്ങളുടെ ഇരുട്ടി തപ്പുന്ന, ദുഃഖങ്ങളുടെ ഇരുട്ടി തപ്പുന്ന നമ്മുടെ വീടുകൾ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ വാർത്ത പരത്തുന്ന കാര്യത്തിൽ മുൻപന്തിയില്ല. ഈയിടെ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ചു അവർക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, നിങ്ങളോട് പറയരുതെന്ന് അവരെന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾ അറിഞ്ഞാൽ അവരുടെ ആയുസ് കുറയാൻ സാധ്യതയുണ്ട്, അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇടവകയിലെ ആരോടും ഈ വിഷയം പറയരുത് അച്ഛ. സത്യം ഞാൻ പറയും, അച്ഛന്മാരോട് നിങ്ങൾ ചോദിച്ചോ, ആരെങ്കിലും അസുഖം ആണെന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് വിളിച്ച് ആദ്യം പറയുന്നത്, അച്ഛ ഇതാരോടും പറയരുതെന്നാണ്. എന്നിട്ട് ചിലർ അതിന് ഒരു ആധികാരികത കിട്ടാൻ വേണ്ടി, ഒരു കുമ്പസാരം പോലെ അതിൻ്റെ ആധികാരികത കിട്ടാൻ വേണ്ടി പറയും. സഹോദരങ്ങളെ, നമുക്ക് പറ്റുന്നില്ല. മുമ്പേ അമീലച്ചനെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ആദിമസഭയുടെ കാര്യം, അപ്പോസ്തല പ്രവൃത്തി 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു എന്ന് പറയുമ്പോൾ എന്തൊരു ബന്ധം, എല്ലാം പൊതുവക എന്നൊക്കെ എണ്ണിയെന്ന് പറയുമ്പോൾ എന്തൊരു സംവിധാനമാണ്. അത്രയൊന്നും ചെയ്യണ്ട, ഒന്ന് നമ്മുടേതാണ് എന്നൊരു ചിന്തയിലേക്ക്. എടാ, നിന്റെ മകൻ എന്താ, നിന്റെ മകൻ്റെ വിഷമം എന്താ, അവൻ എന്താ ഇങ്ങനെ, ഇത് അവൻ്റെ മകൻ അറിഞ്ഞോ, അവൻ്റെ മകൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന അവൻ്റെ മകൻ നമ്മുടെ ഒരു വിഷയമല്ല. നമ്മുടെ മകൻ മാത്രമാണ് നമ്മുടെ വിഷയം. നമ്മുടെ മകനെക്കുറിച്ച് നമ്മൾ എന്താണ് ധരിക്കുക, ആ ഒരു സ്വപ്നവും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഞാൻ ആ ഭാഗത്തു നിന്ന് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ അന്ധകാര മേഖലകളിലേക്കൊന്ന് കടന്നു കയറി ഓരോ പള്ളിയിലെയും പ്രാർത്ഥനയോഗം ഒന്ന് വിചാരിച്ചാൽ, ഇത് പ്രീസ്റ്റ് ഓറിയന്റഡായി അച്ഛൻ മാത്രമാണ് ഇതിൻ്റെ ചുമതലക്കാരൻ എന്ന് പറയാതെ അച്ഛനെ കൊണ്ട് അച്ഛന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു സംവിധാനമായി പ്രാർത്ഥനയോഗം മാറണം. നിങ്ങളിടണം. ഞാൻ എൻ്റെ 25 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ എൻ്റെ ഏറ്റവും വലിയ സങ്കടം, ഇടവകക്കാർ പറഞ്ഞിട്ട് ഒരാത്മീയ കാര്യവും നടത്തേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു എന്നല്ല, അവരാരും വന്നതിനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഇരുളടഞ്ഞ മേഖലയിലേക്ക് കടന്നു ചെല്ലുക. കാരണം നിങ്ങൾക്കറിയാം, അച്ഛന് കിട്ടാത്ത പലതും കിട്ടും. വഴി മാറി സഞ്ചരിക്കുക, വഴി ഒരുക്കേണ്ടതിന് വഴി മാറി സഞ്ചരിക്കുക. ആ വഴിയെ, അതാണ് വഴി എന്ന് ലോകത്തിന് ബോധ്യപ്പെടും. വഴി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ, മനുഷ്യൻ നടന്ന് തെളിയുന്നതാണ്. ആരെങ്കിലും ഒരുത്തൻ ഒരിക്കൽ നടന്നിട്ട് അതിൻ്റെ പുറകെ വേറൊരുത്തൻ പോയിട്ട് എനിക്ക് ഭയങ്കര അതിശയം തോന്നി, ആദ്യം പോയവനെ കുറിച്ച് നമ്മൾ എന്തു പറയണം? അവൻ എന്താണ് ഈ KK റോഡ്, MC റോഡും ഹൈവേയും ഒക്കെ പണിയുമ്പോൾ അതിലെ ആദ്യം പോയവൻ്റെ വിഷൻ എന്താണ്? ആദ്യം പോയവൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അതിലെ അവൻ പോയ വഴിയെ എത്ര കോടി ആളുകളാണ് യാത്ര ചെയ്യുക? അവൻ അപാരമാണ്. നമ്മളൊക്കെ അങ്ങനെ ഒരു പാത വെട്ടി തുറക്കുവാൻ നിയോഗിതര. വെറുതെ ഇരിക്കുന്നിടത്ത് മുമ്പ് പ്രതികരണശേഷിയില്ലാതെ ഇങ്ങനെ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന, തിന്നുകുടിച്ച് ജീവിച്ച് തീർന്നു പോകുന്ന, എന്നെ കൊണ്ട് ഉപയോഗം ഇല്ലെന്ന് വിചാരിച്ച് ഒതുങ്ങിപ്പോകുന്ന ഒരു ഗതികേടിൻ്റെ ചരിത്രമായിട്ട് അധപ്പതിക്കരുത് എന്ന് പറഞ്ഞു പോവുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ കാണിച്ചു തരുന്ന വഴിയൊരുക്കലിൻ്റെ വഴിമാറിയുള്ള സഞ്ചാരം എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല, എല്ലാവരും പോകുന്നത് പോലെയല്ല. അത് തൻ്റെ ജീവിതത്തെ ഒരു നിയോഗമായി കാണുന്നവരുടെ ലക്ഷണമാണ്. മൂന്നാമത് യോഹന്നാൻ സ്നാപകനിൽ കാണുന്ന ഈ പ്രകാശിക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ് ധാർമ്മികമായ രോഷം. ധാർമ്മിക രോഷം എന്ന് പറയുന്നത് അനീതി കണ്ടാൽ അവർക്ക് മിണ്ടാതിരിക്കാൻ ഒക്കുകയില്ല. പ്രതികരണം അത് ആരോടാന്നോ എവിടെയാണെന്നോ എങ്ങനെ നമ്മൾ വളരെ ബുദ്ധിയോടെ ആലോചിച്ചിട്ടൊക്കെ പ്രതികരിച്ച് വരുമ്പോഴത്തേക്ക് സംഭവം കഴിയും. നമുക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു സംവിധാനമായി ഇന്ന് കേരളത്തിൻ്റെ ബൗദ്ധിക ലോകവും കേരളത്തിൻ്റെ സാധാരണ ജനവും കേരള
ത്തിൻ്റെ എല്ലാ പക്ഷങ്ങളും പ്രതിപക്ഷ ഭേദമില്ലാതെയുള്ള എല്ലാ പക്ഷങ്ങളും പ്രതികരണശേഷി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു മുഖമായി അവസ്ഥ ഇന്നിത്ര സങ്കടകരമാണ്. ഇവിടെ സമരങ്ങളൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രതികരിക്കുവാനുള്ള ശേഷി, ധാർമ്മികതയിൽ അധിഷ്ഠിതമായി പ്രതികരിക്കുവാനുള്ള ശേഷി നമുക്കില്ലാതെ പോകുന്നു. ഹെരോദിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുക. ധാർമ്മികത, അതാണ് യോഹന്നാന്റെ വിഷയം. അത് പ്രിയപ്പെട്ടവരെ ഒരു അന്ധകാരമാണ്. തിന്മ എക്കാലവും അന്ധകാരമാണ്. അതിനെ നേരിടുകയാണ് ശക്തം. തല കൊടുത്തിട്ടാണ് തിന്മയെ പ്രതിരോധിക്കുന്നത്. ജീവൻ കൊടുത്തിട്ടാണ് നന്മ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹവുമായി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ ഈ യോഹന്നാൻ സ്നാപകന്റെ ജീവിതം ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് ഈ തലയില്ലാത്ത യോഹന്നാനെ കുറിച്ചാണ് ഞാൻ പലപ്പോഴും ഓർക്കുക. തലയില്ലാത്ത യോഹന്നാൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ മെസ്സേജ് എന്താണ്? ധാർമ്മികതയ്ക്ക് വേണ്ടി അത്രയും ഗൗരവം പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്, ധാർമ്മികത സംരക്ഷിക്കണമെന്നുള്ളതാണ്. നമ്മൾ ധാർമ്മികതയുടെ കാര്യത്തിൽ ഊറ്റം കൊള്ളാറുണ്ടോ? രാവിലെ എത്ര മെസ്സേജസ് ആണെന്നറിയോ ധാർമ്മികതയിൽ ഊന്നി കടന്നു വരിക. ഈ രാത്രി 12:30, 1 മണി, 2 മണിക്കൊക്കെ കുത്തിയിരുന്ന് ഫോർവേഡ് ചെയ്യുകയാണ്. ഇന്ന് മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി തന്നെ മെനക്കെട്ടിറങ്ങിയിരിക്കുന്ന ഒത്തിരിയധികം ആളുകളുണ്ട്. സ്വന്തമായിട്ടൊന്നും എഴുതി പിടിപ്പിക്കാനുള്ള പ്രാപ്തി, ഞാൻ അവരെ ഒന്നും കുറ്റം പറയുകയല്ല, 10 പേർ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ ഞാനും നല്ലതാണെങ്കിൽ ഞാനെന്തിനാ കുറ്റം പറയുന്നത്? പക്ഷേ അത് എൻ്റെ അപ്പനെക്കുറിച്ചോ എൻ്റെ സഹോദരനെക്കുറിച്ചോ എൻ്റെ മകനെക്കുറിച്ചോ ഒക്കെ ആകുമ്പോഴാണ് അത് നല്ല കാര്യമായി പോയി എന്ന് നമ്മൾ ഒന്നുകൂടി എടുത്ത് പറയേണ്ടതായിട്ട് വരിക. ഈ ചെയ്യുന്ന കർമ്മേ. ഈ അടുത്ത സമയത്ത് ഒരു അച്ഛൻ വിവാഹ കുദാശ നടത്തിയതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. വിവാഹ കുദാശയിൽ അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം. ആദ്യം ഒരെണ്ണം കിട്ടി, ഞാനൊന്ന് വായിച്ചു നോക്കി, അബദ്ധമായി പോയല്ലോ എന്ന് തോന്നി. അധികം താമസിച്ചില്ല, പടപടാന്ന് വരികയാണ്. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തിരിഞ്ഞ ചിന്ത വന്നു, ദൈവമേ ഇത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ. അന്നേരമാണ് ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. മുമ്പേ വഴിമാറ്റം എന്ന് പറയത്തില്ലേ, എല്ലാവരും ചിന്തിക്കുന്ന പോലെ അല്ലാതെ അവനവൻ്റേതല്ലാത്ത എല്ലാ കാര്യവും. ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയുന്ന ആവേശവാദം, ഞാൻ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇരിക്കത്തില്ല, ഞാൻ ഉള്ളതെല്ലാം പറയും. ഒതുക്കേണ്ടത് ഒതുക്കിയിട്ടുള്ള ഉള്ളതിൻ്റെ കണക്കേ ഉള്ളൂ പറയത്തുള്ളൂ. അവനവൻ്റെ നഗ്നത അനാവരണമാക്കുന്ന ഒരു പണിക്കും പോകത്തില്ല. അവനവൻ്റെ വീട്ടിലുള്ളവരുടെയും പൊതുവിൽ ആർക്കെങ്കിലും ഒരബദ്ധം, ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെ ഒരു ദാക്ഷിണ്യമില്ലാതെ അനാവരണം ചെയ്യുന്ന കാര്യത്തിൽ ബഹുമിടുക്കര, ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള, ഒരുപാട് ഫോളോവേഴ്സുള്ള, ആ പണി ചെയ്യാനുള്ള പ്രാപ്തിയില്ലാത്തത് കൊണ്ട് അതിൻ്റെ ലൈക്കേഴ്സായി നിൽക്കുന്ന സഹോദരങ്ങളെ, സമ്പന്ന വിവാഹം, സമ്പന്നം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ കൂടെ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയും. ധാർമ്മിക രോഷമാണ്. എന്നിട്ട് എല്ലാവരെയും നന്നാക്കാൻ, ധാർമ്മികത സംരക്ഷിക്കുവാൻ ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് വിരോധമായി, അങ്ങനെ പാടില്ല എന്ന നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും. സഹോദരങ്ങളെ, ധാർമ്മിക രോഷം പ്രകടിപ്പിക്കേണ്ട എത്ര മേഖല കേരളത്തിലുണ്ട്. സ്വന്തം കുടുംബങ്ങളിലുണ്ട്, സ്വന്തം പരിചയക്കാരുടെ ഇടയിലുണ്ട്. ഒരു കൂട്ടരെ മാത്രം നമുക്കിഷ്ടമില്ലാത്ത പൗലോസ് അപ്പോസ്തലൻ എഫേസ്യരോട് പറയുന്നൊരു വാക്യമുണ്ട്, സത്യം സംസാരിക്കണം. ബാക്കി പറയാമോ? എങ്ങനെ വേണം? നല്ലൊരു വാക്യ, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ഒരിക്കൽ ഞാൻ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ കൂടെ കുറേ നാൾ യാത്ര ചെയ്യാനിടയായ സാഹചര്യത്തിൽ ഇടുക്കി ഭദ്രാസനത്തിൽ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളുണ്ടായപ്പോൾ അഭിമന്യ ബർണബാസ് തിരുമേനി അന്ന് ഇടുക്കി വിട്ടിട്ട് അമേരിക്കയിൽ പോയ സമയമാണ്. തിരുമേനി വന്നു. തിരുമേനിയായിട്ട് കൊണ്ടു നടന്ന സ്ഥാപനമാണ്. തിരുമേനി അന്ന് രാത്രി 1 മണി 2 ഭയങ്കര തണുപ്പാണ്. അതിനിടയ്ക്ക് തിരുമേനി ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യുന്നതിന് അവസാന ഭാഗത്ത് പറഞ്ഞൊരു വാക്ക് ഞാനിങ്ങനെ മാറി നിന്ന് കേട്ടു, നിങ്ങൾ സ്നേഹത്തിൽ വേണം സത്യം സംസാരിക്കാൻ. എൻ്റെ മനസ്സിലിങ്ങനെ അന്ന് തൊട്ടേ ഈ വാക്യങ്ങൾ പഠിക്കുന്ന രീതിയുള്ളതുകൊണ്ട് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ വേദപുസ്തകം ആകുന്ന തപ്പിയിട്ട് ഈ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്നുള്ള ഒരു വാക്ക് കിട്ടിയില്ല. ഞാനിങ്ങനെ ഇതുമായിട്ട് ഞാനത് സെമിനാരി ചേർന്നിട്ടില്ല. സെമിനാരി തിരുമേനി ഉള്ള സമയത്ത് ഒരു ദിവസം വേദപുസ്തകത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും ആധികാരികത, അതിൻ്റെ
എല്ലാ അർത്ഥത്തിലും വന്യ ജോഷുവാച്ചനാണ്. ജോഷുവാച്ചൻ ക്ലാസ്സിലേക്ക് പോകുന്ന ജോഷുവാച്ചൻ്റെ യാത്രയും രീതിയൊക്കെ നിങ്ങൾക്കറിയാം. അച്ഛൻ പോകാൻ ഇറങ്ങിയിടത്തോട്ട് മാത്രം ലക്ഷ്യമിട്ടേ പോകുള്ളൂ. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഞാനിടയ്ക്ക് ഒരു കുസൃതി എന്നുള്ള നിലയിൽ ചോദിച്ചാൽ ഈ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്നുള്ള വാക്ക് എവിടെയാണെന്ന് ചോദിച്ചു. FAC ലേഖനത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ പോയി. ഞാൻ ഈ FAC ലേഖനം തന്നെ തപ്പാൻ തുടങ്ങി. തപ്പി അത് ഒരു വലിയ പ്രശ്നമാണ്. ഒരു വാക്യമല്ല, ഒരു വലിയ വാക്യത്തിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു ഭാഗ അത് തപ്പിയെടുക്കാൻ ഞാൻ അന്ന് പെട്ട പാട്. അതുകൊണ്ട് ഈ വാക്യം എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള വാക്യ. സത്യം സംസാരിക്കുമ്പം എന്തിൽ വേണം? നമ്മുടെ പ്രശ്നം നമ്മൾ സത്യം സംസാരിക്കാൻ തുടങ്ങുന്നത് തന്നെ സ്നേഹം തീർന്നു കഴിയുമ്പോഴാണ്. പിണങ്ങിക്കഴിയും. ഇനി ഞാൻ കുറേ പറയാം. ഇനി അവളെക്കുറിച്ച് അവനെക്കുറിച്ച് സഹോദരങ്ങളെ, ഈ ധാർമ്മിക രോഷം മുഴുവൻ വിരോധത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ഒരാളെ നന്നാക്കാനല്ല, ഒരു സംവിധാനങ്ങളെ നേരെയാക്കാനല്ല. ഇത് മുഴുവൻ പുഴുക്കുത്താണ്, ഇത് മുഴുവൻ നാശമാണ്, ഇത് മുഴുവൻ അധാർമികമാണ്. ഒരു സംവിധാനത്തെ തകർക്കുവാൻ പ്രിയപ്പെട്ടവരെ നടത്തുന്ന ബോധപൂർവമായ ശ്രമം. സംവിധാനം തകരേണ്ടതാണെങ്കിൽ ദൈവഹിതം ഗമാലിയേൽ പറഞ്ഞതുപോലെ നിലനിൽക്കണം എങ്കിൽ ദൈവികം, നശിക്കേണ്ടതാണെങ്കിൽ 2000-ലപ്പുറം കാലം യാത്ര ചെയ്തു എന്ന് പറയുന്നത് തന്നെ ദൈവിക സംവിധാനത്തെ തകർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമായിട്ടാണ് ഇന്ന് ധാർമ്മിക രോഷം എന്ന പേരിലുള്ള നാടകങ്ങൾ അരങ്ങേറുന്നത്. ഞാൻ പറയുന്നത്, നമുക്കും ധാർമ്മിക രോഷമുണ്ടാകണം. ഈ ലോകത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ ഒരു ചെറുവിരൽ, എല്ലാവരെയും നാറ്റിക്കാനല്ല, ചില കുടുംബങ്ങളെ ഒരാളുടെ പേരിലുള്ള ഒരു ആരോപണം പരസ്യമാക്കുമ്പോൾ അയാളുടെ കൂടെ നിൽക്കുന്ന കുടുംബം, അയാളുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അയാളുടെ കൂടെ നിൽക്കുന്ന മറ്റാളുകൾ, അവരൊക്കെ അനുഭവിക്കുന്ന മാനസികമായ തകർച്ച, ഉറക്കം കെട്ട രാത്രികൾ. ആരോപണ വിധേയനായ ഒരാൾ പറഞ്ഞതാണ്, ഏതാണ്ട് 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു മൃതദേഹം വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും 4 മാസം ഇരുന്നാൽ എങ്ങനായിരിക്കും വെച്ചാൽ അതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. ചെയ്യാത്ത തെറ്റിന് ആരോപണ വിധേയനായ ഒരാൾ. നമ്മൾ പറയുമ്പോൾ ഓർത്തോണം, അത് ഒരാളെ തകർക്കാൻ തീർക്കാനുള്ളതാവരുത്, മറിച്ച് നന്നാക്കാൻ വേണ്ടി പറയണം. നമുക്ക് വിളിക്കാം വ്യക്തിപരമായി, നമുക്ക് സംസാരിക്കാം വ്യക്തിപരമായി. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇടവകയിലൊക്കെ അധാർമികത അരങ്ങേറുന്ന രംഗങ്ങൾ കണ്ണടച്ചു പോവുകയല്ല, പ്രാർത്ഥനയോടെ ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണം. യോഹന്നാൻ സ്നാപകൻ വിളക്കായിരുന്നു, ജ്വലിക്കുന്നവനായിരുന്നു, പ്രകാശമയനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ്: തിന്മയുടെ നടുവിൽ ഒരു ചെറുവെട്ടമായി, ഒരു തിരുനാളമായി ശോഭിക്കുവാൻ കഴിയണം. നമുക്കൊന്നും ഇന്ന് നമ്മുടെ പിള്ളേരോട് സംസാരിക്കാനുള്ള ആധികാരികതയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ പിറകിലാണ്, ഭാഷയുടെ കാര്യത്തിൽ നമ്മൾ പിറകിലാണ്, ആധുനിക സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അവർക്ക് പിന്നിലാണ്. പല കാര്യത്തിലും പിന്നിലായ നമ്മുടെ ഉപദേശത്തിന് പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, പണ്ടൊക്കെ നമ്മൾ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ, പക്ഷെ അവിടെയും തീർന്നു. ഈ നമ്മുടെ അനുഭവം അല്ല, അവരുടെ അനുഭവ സമ്പത്തിന്റെ കാര്യത്തിലും നമ്മൾ ഇന്ന് പുറകിലാണ്. ഇനി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏക അത്യാധുനിക, ഒത്തിരി നാളോട്ട് കേട്ടിട്ടുള്ളതാണ്, ഏക അത്യാധുനിക സംവിധാനം സ്നേഹത്തിൽ ഇടപെടുക എന്നുള്ളത് മാത്രമാണ്. സ്നേഹത്തിൽ ഒരാളെ തിരുത്തണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ. നിങ്ങൾ കുടുംബജീവിതത്തിലൊക്കെ ഇരിക്കുന്നവരാ, വാശി കൊണ്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ? കർശനമായ നിലപാട് കൊണ്ട് നന്നായിട്ടുണ്ടോ? മിണ്ടാതിരുന്നിട്ട് നന്നായിട്ടുണ്ടോ? അച്ചടക്ക നടപടികൾ എടുത്തിട്ട് ഒരു തരത്തിലും ഒരു മനുഷ്യനെ നേരെയാക്കാനൊക്കില്ല. സ്നേഹത്തിൻ്റെ ഭാഷ, അതിൻ്റെ പ്രസക്തി നേരെ വലുതാണ് ഒരാളെ നേരെയാക്കുവാനായിട്ട്. ഞാൻ ഉപസംഹരിക്കുകയാണ്. പ്രകാശിക്കുക, അതാണ് അവങ്കിലേക്ക് നോക്കി പ്രകാശിക്കുക. ഒത്തിരി പ്രതീക്ഷ മലങ്കര സഭയുടെ പ്രാർത്ഥനയോഗ അംഗങ്ങളെക്കുറിച്ച് ഉണ്ട്. കാരണം നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്കെന്തും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഞാൻ പല വേദികളിലും പ്രസംഗിച്ചിട്ടുള്ളതാണ്. എനിക്ക് പ്രസംഗിക്കാമെങ്കിൽ ലോകത്തിൽ ആർക്കും പ്രസംഗിക്കാം. സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ് വരെ ഒരു സ്റ്റേജിലും കയറിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ഒരു സമ്മാനവും കിട്ടിയിട്ടില്ല. ഇങ്ങനെ എല്ലാവരുമൊക്കെ സമ്മാനം മേടിക്കുമ്പോൾ ഇരുന്ന് കൈയടിച്ചുള്ള ശീലം, പിന്നെ മത്സരിക്കാത്തത് കൊണ്ട് കിട്ടാത്തതിൻ്റെ ദുഃഖവും അസൂയയും ഒന്നും, ആർക്കെങ്കിലും സമ്മാനം കിട്ടിയതിന് ഒരിക്കലും ഞാൻ അസൂയപ്പെട്ടിട്ടില്ല. കാരണം മത്സരിക്കുന്നവൻ മാത്രം അസൂയപ്പെട്ടാൽ മതിയല്ലോ. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പ്രാർത്ഥനയോഗം തുടങ്ങി. ആ പ്രാർത്ഥനയോഗം നടത്തിക്കൊണ്ടിരുന്ന ആൾ ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വരാൻ കഴിയാതായി. ഞങ്ങളൊരു 5-8, ഈ പ്രായത്തിലുള്ള 5-8 പേരുണ്ട്. അവിടെ പ്രായമുള്ള കാരണവരുണ്ട്. അങ്ങനെ പേരവടിയൊക്കെ ആയിട്ടാണ് പ്രാർത്ഥനയോഗത്തിൽ വരുന്നത്. ലാത്തി ചാർജ് ഏത് സമയത്തും ഉണ്ടാകാവുന്ന തരത്തിലാണ് പ്രാർത്ഥനയോഗത്തിൻ്റെ പോക്ക്. അതൊക്കെ അന്ധകാലം.
അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ പിള്ളേർ പ്രസംഗിക്കുക. എനിക്ക് തോന്നുന്നു അങ്ങേരുടെ തലയിൽ ഇത് വരുമോ എന്നുള്ള പേടി കൊണ്ടാണോ എന്നറിയത്തില്ല. പിള്ളേർ പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് ആദ്യത്തെ നിയോഗം എനിക്കാണ്. എന്തൊക്കെ പൊട്ടത്തരാണ് വിളിച്ചു പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ബോധവുമില്ല. പിന്നെ എന്തു പറഞ്ഞാലും സമ്മതിക്കുന്ന ഞങ്ങളുടെയൊക്കെ വീട്ടുകാരും സ്നേഹിതരും ഒക്കെ ആയിട്ടുള്ള ഒരു സമൂഹമായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. വേദശാസ്ത്രപരമായിട്ടോ ഒന്നും ഒരു പ്രയാസമില്ല, എന്തും പറയാം. അങ്ങനെ പ്രസംഗിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ബാക്കിയുള്ളവരൊക്കെ അതാത് സമയങ്ങളിൽ പ്രസംഗം നിശ്ചയിക്കുന്ന ദിവസം വരാതായി. അങ്ങനെ എല്ലാ ദിവസത്തെയും പ്രസംഗം എൻ്റെ തലേ വന്നു. അപ്പം നിങ്ങൾ ഓർക്കും എങ്ങനെ മാറ്ററുണ്ടാക്കും. ഇതിന് മാറ്ററുണ്ടാക്കുക 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ മാറ്റർ എങ്ങനെ ഉണ്ടാക്കും? ഞങ്ങളുടെ അച്ഛൻ ഭംഗിയായിട്ട് ഞായറാഴ്ച പ്രസംഗിക്കുന്ന ആളാണ് പള്ളിയിൽ. ഞാൻ ഈ അച്ഛൻ്റെ പ്രസംഗം അന്ന് എഴുതിയെടുക്കുന്ന സ്വഭാവമില്ല, കുറിച്ച് വെക്കുന്ന സ്വഭാവമില്ല. ഈ അച്ഛൻ്റെ പ്രസംഗം മറ്റെന്തും ശ്രദ്ധിക്കുന്നതിനേക്കാൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കും. 3 പോയിൻ്റാണ് അച്ഛൻ പറയുക. ആ 3 പോയിൻറ്റും ഞാൻ കൃത്യമായി ഓർത്തിരുന്നിട്ട് വൈകിട്ടത്തെ പ്രാർത്ഥന യോഗത്തിൽ പ്രസംഗിക്കും. ഈ മാറ്ററിന് ഈ വരുന്ന ഒരു മനുഷ്യൻ പോലും ആ പള്ളി വരുന്നവരല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രസംഗിക്കാം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലൈവില്ല, ഒന്നുമില്ല, സെൻഡിങ് ഇല്ല, ഫോളോ, ഒരു പ്രശ്നമില്ല. ഞാൻ ആ പ്രസംഗം നന്നായിട്ട് പ്രസംഗിച്ചു. ഒരു ദിവസം പ്രസംഗിക്കാനായിട്ട് എന്തോ അസൗകര്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിന്ന് പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് പറ്റിയൊരു അബദ്ധവും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സന്തോഷമാകുമല്ലോ എന്നോർത്തിട്ടാണ് ഞാനിത് ഉപസംഹാരത്തിൽ പറയുന്നത്. ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ എൻ്റെ അടുത്തിരുന്നൊരു കൂട്ടുകാരൻ ചോദിച്ചു, ഇന്ന് എന്നോട് മത്തായി അച്ഛനൊന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു. ഇന്നത്തെ ബാബാ തിരുമേനിയാണ് അന്നത്തെ ഞങ്ങളുടെ വികാരി, MA മത്തായി അച്ഛൻ. അന്നേരമാണ് ഇതൊരു രഹസ്യമാക്കി ഞാൻ കൊണ്ടു നടന്നത്. എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും എല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായത്. അങ്ങനെ ചെറുപ്രായത്തിലെ അദ്ദേഹം പ്രസംഗിച്ച വേദശാസ്ത്രപരമായ ഓർമ്മക്കൂടുതലോട് മാത്രം സംസാരിച്ച് ശീലിച്ച് വേദപുസ്തകം ഒരു നിർബന്ധം കൊണ്ട് വായിച്ചു പഠിച്ചതല്ല, പ്രസംഗിക്കേണ്ടതുകൊണ്ട് അന്നത്തെ പ്രായത്തിൽ പഠിച്ചതാണ്. എൻ്റെ ഒരു 16 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള കാലം എന്ന് പറയുന്നത് തിരുവചനത്തിൽ ഞാൻ നീന്തിക്കുളിച്ച, മുങ്ങിക്കുളിച്ച കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട ബിജുവച്ചനറിയാം, ഞാൻ സെമിനാരി വരുമ്പോഴത്തെ എൻ്റെ വേദപുസ്തക ബോധ്യം, അറിവെന്നൊന്നും ഞാൻ പറയത്തില്ല, ഒരു ബോധ്യം പ്രാർത്ഥനയോഗമാണ്. ഞാനിത് പറഞ്ഞത് വേറൊരിടത്തും അങ്ങനെ പറയാനൊക്കില്ല. പ്രാർത്ഥനയോഗം ഒരാളെ എത്ര സ്വാധീനിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോഗം എന്ന് പറയുന്ന സംവിധാനം മാത്രമാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിർത്തുന്നത്. നമുക്ക് അവങ്കിലേക്ക് നോക്കാം, പ്രകാശിതരാവാം. പ്രാർത്ഥന അതിനൊരു വഴിയാവട്ടെ. ഈ അവസരത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരും ഇത്രയും ശ്രദ്ധയോടെ ഇരുന്നതിലുള്ള വലിയ സന്തോഷം ഈ പ്രതികൂലമായി ഞാൻ സനാജിയോട് പറയുമായിരുന്നു, അടുത്ത പ്രാവശ്യത്തെ വാർഷിക സമ്മേളനം ഈ പള്ളിമുറ്റത്തും പള്ളിയിലുമൊക്കെ വെക്കുന്നത് മാറ്റിയിട്ട് AC ഓഡിറ്റോറിയത്തിൽ ഏറ്റവും ഭംഗിയായി ഇരുന്ന് ആളുകൾക്ക് സംബന്ധിക്കാൻ പറ്റുന്ന, ഈ ഇടയ്ക്കിടയ്ക്ക് വീശി എന്തുമാത്രം കഷ്ടപ്പെടുന്നത് കിട്ടുന്ന നോട്ടീസ് കൊണ്ടൊക്കെ അവർ വീശുകയാണ്. അതുകൊണ്ട് കാലം മാറുകയാണ്, ചൂട് കൂടുകയാണ്. ഇരുന്ന് തരിക എന്നുള്ളത് ഒരു മഹാമനസ്കതയാണ്. ഇരിക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാകാത്ത തരത്തിൽ മീറ്റിങ്ങുകൾ അത് പ്രാർത്ഥനയോഗത്തിൻ്റെ മാത്രമല്ല, ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവാനുഗ്രഹിക്കും.